ബ്രസീലിൽ ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യുന്നു. ടെക്സസിൽ ഒരു വലിയ ടോർനാഡോ സംഭവിക്കുന്നു. ഇത് രണ്ടും കണക്റ്റഡ് ആണോ? ഒരു സ്കൈഫൈ മൂവിയുടെ പ്ലോട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിനെയാണ് കാവോസ് തിയറി എന്ന് പറയുന്നത്. COVID-19 പാൻഡമിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുന്ന ഒരു കോൺസെപ്റ്റാണ് കാവോസ് തിയറിയും ബട്ടർഫ്ലൈ എഫക്റ്റും. അപ്പോൾ എന്താണ് ഈ കാവോസ് തിയറി? എന്താണ് ബട്ടർഫ്ലൈ എഫക്റ്റ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ക്ലിയർ IAS. My name is Aishwarya and we will be discussing butterfly effect and chaos theory today. At the stroke of the midnight hour, Question is whether you want to be you or everybody I else. still have a dream. Patria o muerte. നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന വളരെ ചെറിയ ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം വളരെ വലിയ മാസീവായിട്ടുള്ള ഇമ്പാക്റ്റുകളും മാസീവായിട്ടുള്ള ഇവൻറ്റുകളും നടക്കുന്നില്ലേ? ആ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കാവോസ് തിയറി എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കോവിഡ് വെച്ച് തന്നെ നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കോവിഡ് ഒരു വൈറസ്, ഒരു ചെറിയ വൈറസ്. ആ വൈറസിൽ നിന്ന് തുടങ്ങി ലോകമെല്ലാം ഒരു മൊമെൻറ്റിൽ നിലച്ചു പോയ ഒരു സംഭവം നമുക്ക് കാണാനിടയായി. ലോകം മുട്ടുകുത്തിയ ഒരു സംഭവം നമുക്ക് കാണാനിടയായി. ഇതാണ് കാവോസ് തിയറി. The novel coronavirus has made its way to the United States with a confirmed case. There's currently no vaccine outbreak. The world economy has been rocked by a sequence of Protecting all midnight from coronavirus. ഒരു ചെറിയ ഇൻഫെക്ഷനിൽ നിന്നാണ് ഗൈസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈനയുടെ ഒരു മാർക്കറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയ ഇൻഫെക്ഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ന് ആ ചൈനയിലെ ആ മാർക്കറ്റിൽ ആ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു കോവിഡ് പാൻഡമിക് സംഭവിക്കില്ലായിരുന്നു, അല്ലേ? അപ്പോൾ ഒരു ചെറിയ ഇൻഫെക്ഷനിൽ ഒരാൾക്ക് സംഭവിച്ച ഇൻഫെക്ഷൻ പിന്നെ അത് 100 പേർക്കായി, 1000 പേർക്കായി, 10,000-കൾക്കായി, മില്യൺസ് ഓഫ് ഇൻഫെക്ഷനിലാണ് പിന്നീട് അത് ചെന്നെത്തിയത്. ഈ ലോകം മൊത്തം ഹെൽത്ത് ഹസാർഡ് എന്നറിയപ്പെടുന്ന ഈ അസുഖത്തിന് കീഴ്പ്പെടേണ്ടി വന്നു. അത് മാത്രമാണോ അത് കാരണം ഉണ്ടായ നഷ്ടങ്ങൾ? അല്ല, സപ്ലൈ ചെയിൻ അതിൽ വലിയ നഷ്ടങ്ങൾ വന്നില്ലേ? റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജിൽ അതിൽ ഷോർട്ടേജുകൾ വന്നില്ലേ? ലോകം മൊത്തം എക്കണോമിക് നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? ഇപ്പോൾ ഒരു ഗ്ലോബൽ എക്കോണമീനെ തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ചെറിയ വൈറൽ ഇൻഫെക്ഷന് സാധിച്ചു എങ്കിൽ ഇതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യം മറ്റൊരു കാര്യത്തിന് കാരണമാകുന്നു, എല്ലാം തമ്മിൽ കണക്റ്റഡ് ആവുന്നു. ഇതിനെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് കാവോസ് തിയറിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നു. കാവോസ് തിയറി എന്താണ് പറയുന്നത്? ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. ബട്ടർഫ്ലൈ എഫക്റ്റ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഈ കണ്ട COVID-19 പാൻഡമിക്. 2004 പുറത്തിറങ്ങിയ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു മൂവിക്കകത്ത് ഇത് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ പ്രോട്ടഗനിസ്റ്റ് ആയിട്ടുള്ള ആൾ ചെറുപ്പത്തിലെ ഒരു ചെറിയ ഇവൻറ്റ് അയാൾ മാറ്റുമ്പോൾ അയാളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് ആ മൂവിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് തന്നെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠവും. നമ്മൾക്ക് കാണിച്ചു തരുന്ന ചെറിയ ചെറിയ ചോയ്സസ്, നമ്മൾ ലൈഫിൽ എടുക്കുന്ന ചെറിയ ചെറിയ ചോയ്സസിൽ നിന്നും നമുക്ക് എത്ര വലിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തരുന്ന ആപ്ലിക്കബിലിറ്റി. നിങ്ങൾ രാവിലെ ചായ കുടിക്കാൻ പോകുന്നു, നിങ്ങളൊരു സുഹൃത്തിനെ കാണുന്നു, ആ സുഹൃത്ത് നിങ്ങൾക്കൊരു ജോബ് ഓഫർ ചെയ്യുന്നു, ആ ജോബ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നു. ഇതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് കാരണം ലോകത്ത് പല മാറ്റങ്ങളും വരും എന്ന് സയൻറ്റിസ്റ്റുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ഈ ലോകത്ത് വരുന്നത് എന്ന് നമുക്ക് നോക്കിയറിയാം. താങ്ക് യു സോ മച്ച്.